നിൽക്കുന്നത് മീനകേരാണ്. നമ്മുടെ ആ ഭാഗത്ത് കാണുന്നതാണ് നമുക്ക് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഗ്യാപ്പ് ഉണ്ട്, ഒരു അഴിമുഖമാണ്, അതാണ് അഴിമുഖം. ഇവിടെ ഫോർട്ട് കൊച്ചി. നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു യാത്ര പോയാലൊന്ന് ആഗ്രഹമുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ഫോർട്ട് കൊച്ചി പോകാമെന്നുള്ള ആഗ്രഹത്തോടെ വന്നതാണ്. അപ്പോൾ നമ്മൾ അതായത് GCD കോംപ്ലക്സിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ നടപ്പാതയുണ്ട് GCD കോംപ്ലക്സിൻ്റെ, അതിൻ്റെ അപ്പുറത്ത് ഒരു നടപ്പാതയുണ്ട്, അതായത് മറൈൻ ഡ്രൈവ്. അപ്പോൾ ആ നടപ്പാത അത് കയറിയിട്ട് വേണം അങ്ങ് പോകാൻ. കേട്ടോ, ഈ കിടക്കുന്ന മൊത്തം കായലാണ്. ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടെ വിശ്രമിക്കുന്നുണ്ടോ. ഇത് അങ്ങ് അതിലെ കാണുന്നുണ്ടോ, അതാണ് ഫോർട്ട് കൊച്ചി കേട്ടോ. മരങ്ങൾക്കിടയിലൂടെ കാണുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. നമുക്ക് അവിടെ പോകാം. പിള്ളേർക്ക് അടിസ്ഥാനം ജീപ്പേ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. കയ്യിൽ കുറച്ച് കൈതച്ചക്കയോ മാങ്ങയോ അങ്ങനെ എല്ലാം കൂടെ അരിങ്ങി അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നാ മോനെ, ഇതെന്നാ ഇത് മോനെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി നടക്കുവാണോ? ഇത് ആരും കൊണ്ട് തന്നോ എൻ്റെ കയ്യിൽ? ഓ, അതിനു വേണ്ടിയാ? ഈ ഒരു കുപ്പി മാത്രം കൊണ്ട് നടന്നാ പറ്റുമോ അത്? ആണോ? ഒറ്റ ഇതേ ഉള്ളോ? ഒറ്റ എണ്ണം ഉള്ളു അല്ലേ? നീ വരെ നടക്കും? നീ ഇന്ന് എത്ര എണ്ണം വിറ്റും? 2 എണ്ണം വിറ്റോ? ആ, ഒരെണ്ണം വിറ്റ് എത്ര രൂപ കിട്ടും? 30 രൂപ. 30 രൂപയ്ക്കാണോ വിൽക്കുന്നത്? ആണോ? ഇതാരെ ഈ ചെത്തി ഇത് ഉണ്ടാക്കി തരുന്നേ? അമ്മയാണോ ഉണ്ടാക്കി തരുന്നത്? എന്നിട്ട് അമ്മ എന്തി? അമ്മ അപ്പുറത്തുണ്ടോ? ആണോ? ആണോ? മോൻ ഒറ്റയ്ക്കുള്ളോ? ആ, മോൻ ഒറ്റയ്ക്കുള്ളോ ഇങ്ങനെ നടക്കുന്നത്, ഇത് വിൽക്കാൻ വേണ്ടി നടക്കുന്നത്? ഉണ്ടല്ലേ? ആ, ശരി ശരി ശരി. ആ, വീഡിയോ എടുക്കുക, യൂട്യൂബിടെ. പ്രശ്നമുണ്ടോ? എൻ്റെ പേരെന്താ? എൻ്റെ വീട് എവിടെയാ? വീട് പള്ളുരുത്തിയിലാണോ? ആ, ഇവിടെ വരും, എല്ലാ ദിവസവും ഇവിടെ വരും അല്ലേ ഇത് വിൽക്കാൻ വേണ്ടി? കോഴിക്കോട്. ആ, അവിടെ വരും അല്ലേ? ശരി ശരി ശരി. എന്നാ ശരി, ആയിക്കോട്ടെ. പേരെന്താണ്? ആദി അല്ലേ? ഗുഡ്. പഠിക്കുന്നുണ്ടോ നീ? ഉണ്ടോ? എന്നാ പഠിക്കുന്നേ? എവിടാ? പറയണ്ട, ഉറക്കിൽ നിന്ന് പറയണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. നോർത്തിലാണോ? ശരി ശരി ശരി, ഓക്കെ, ശരിടാ, ബൈ ബൈ, കാണാം. അയ്യോ, വയസ്സിൽ ചോദിച്ച ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നിൽക്കുക. പാവം പയ്യൻ എല്ലാവരോടും പോയി ചോദിക്കുന്നു. കൈതച്ചക്കയുണ്ട്, മാങ്ങയുണ്ട്, ഇതെല്ലാം കൂടെ ഒരു കുപ്പിയിലാക്കി അത് വിൽക്കുവാണ്. എന്താ ചെയ്യാല്ല, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അവൻ്റെ അമ്മയ്ക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപ എങ്ങാണ്ട് ഒരു ഓപ്പറേഷൻ, കാലിന് മുട്ടിന് തേയ്മാനമുണ്ടെന്നൊക്കെ പറയുന്നു. അതായത് 5-10 വയസ്സ് വല്ലതും കാണുമായിരിക്കും പയ്യൻ. ആ, എന്താ ചെയ്യുക, ജീവിക്കാൻ വേണ്ടി ഓരോരോ ബുദ്ധിമുട്ടുകൾ. കറക്റ്റ് ടൈമിംഗ് ആണ്. നമ്മൾ കയറിയും ബോട്ട് എടുക്കുക. മൊത്തം പ്രൊട്ടക്ട് ചെയ്യുന്ന അത് വേറെ ഏതോ സ്ഥലം പൈപ്പിനായിട്ട് ഒന്ന് പൈപ്പിലേക്കാണ് കേട്ടോ. ഒത്തിരി പേര് ഇറങ്ങാറുണ്ട്. ഇത് ഫോർട്ട് കൊച്ചി ജെട്ടിയാ. അങ്ങനെ നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചി എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇവിടെയാണ് ഇറങ്ങേണ്ടത്. സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടി എല്ലാവരും എഴുന്നേറ്റ്. ഈ കാണുന്നുണ്ടേ കൊച്ചിയെ, നമ്മളെ വന്ന ഭാഗമാണ്. അതുകൊണ്ട് അങ്ങേറ്റത്ത് കാണുന്നുണ്ടോ? ഇവിടെ കാണും, അങ്ങേറ്റത്ത് കാണുന്നതാണ് നമ്മൾ വന്ന ഭാഗങ്ങൾ. ഇതുണ്ടോ, എന്നെ ടെർമിനലാണ്. എനിക്ക് കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ കപ്പൽ കിടക്കുന്നുണ്ട്. ബോട്ട് സൈഡിലോട്ട് അടുപ്പിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ്, ഇന്ത്യൻ നേവിയുടെയൊക്കെ ബോട്ട് വരുന്നുണ്ട് കേട്ടോ. പോലീസിൻ്റെയും ഒക്കെ ബോട്ട് വരുന്നു, കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ ബോട്ടുകളാണ് വരുന്നത്. നമ്മൾ ഇറങ്ങാൻ പോവാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തിയിട്ടുണ്ട്. ഇതാണ് ഫോർട്ട് കൊച്ചി. നമ്മൾ വന്ന വഴിയെ നമ്മൾ വന്ന ബോട്ടാണ് ഈ കിടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എടുക്കാറായി. അങ്ങനെ അടുത്തപ്പോഴത്തേക്കാണ് നോക്കി. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എടുക്കാറായി കേട്ടോ. അങ്ങനെ അടുത്തപ്പോഴത്തേക്ക് നമ്മുടെ പുറകെ ഉണ്ടോ ഒരു തത്തയുടെ ഒരു ഡമ്മി ഉണ്ടാക്കിയിട്ടേക്കുന്നു പുറകിൽ. നല്ല ബ്ലോക്കാട്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഒത്തിരി റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും കയർ സ്റ്റേജുകളൊക്കെ ഒത്തിരി ഉണ്ട്. ടൂറിസ്റ്റ് ഏരിയയാണ്. നമ്മളിപ്പം ഫോർട്ട് കൊച്ചി അടുത്തു. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ച ജങ്കാറാണ്. ഇത് ഇതുണ്ടോ, ബൈക്ക്, കാറ്, സ്കൂട്ടർ ഇങ്ങനെയുള്ള വണ്ടിയെല്ലാം പോവാണ്. കയറി ഇതുണ്ടോ വലിയ വണ്ടികൾ വരെ ഉണ്ട്. ലോറികളൊന്നും കയറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇതൊന്നും എത്ര ബൈക്കുകളാന്ന് നോക്കി. വണ്ടി പോറ ഇതിപ്പോൾ നിറയും. ഇപ്പം എത്ര വണ്ടികളാന്ന് നോക്കി. ഇപ്പോൾ വൈപ്പിനിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. വൈപ്പിനിലേക്ക് നിറഞ്ഞു പതി ആൾക്കാരെ കയറ്റിയില്ല. ആണ്ട കുടുങ്ങി. ഉണ്ടോ ഒരു ബൈക്കാരൻ വന്നാണേ. പുള്ളി കുടുങ്ങി. പുള്ളീനെ കൂടെ കയറ്റി നിർത്താമെന്ന് തോന്നുന്നു. പുള്ളിയെ കയറ്റി വരും. പുള്ളി കുറയും. വണ്ടി വിടുക. ഉള്ള ആളായി. എത്ര ആൾക്കാരെ പോകുന്നതെന്ന് അറിയോ? വൈപ്പിനിലേക്കാന്ന് തോന്നുന്നു. വൈപ്പിനി കയറിയിട്ട് വൈപ്പിനിൽ നിന്ന് അങ്ങോട്ട് പോകാനാന്ന് തോന്നുന്നു. ആൾക്കാരുണ്ട്, യാത്രക്കാരുണ്ട് കേട്ടോ. അകത്ത് യാത്രക്കാരൊക്കെ ഉണ്ട്. ജങ്കാർ നീങ്ങി തുടങ്ങിയേ. അവിടെ നിന്ന് വിടുവാണേ. ജങ്കാർ വിടുവാ. നോക്കി. വൈപ്പിനിലേക്കാന്ന് തോന്നുന്നു യാത്ര. ബാക്കിയുള്ളവരെല്ലാം അടുത്തടുത്ത് ക്യൂ നിൽക്കുക. ഇനിയിപ്പോൾ അവിടുത്തെ ജങ്കാർ വന്നാലേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ആൾക്കാർ. ഇതൊരു ദ്വീപാണ്. ഈ ദ്വീപിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് എറണാകുളത്തിനൊക്കെ പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എറണാകുളമാണ്. ദൂരത്ത് ഇവിടുന്ന് ബസ് സർവീസൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ബസ്സൊക്കെ പോകുന്നുണ്ടേ. എന്ന് പറഞ്ഞാൽ ബസ്സിനൊക്കെ പോകണമെങ്കിൽ ഒത്തിരി ചുറ്റി വരണം. ഇതാകുമ്പം ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോർട്ട് കൊച്ചി വരാം. അതായത് മേനകയിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരാം. ഫോർട്ട് കൊച്ചി വന്നിട്ട് അതേപോലെ പിന്നെ ബസ്സിൽ പോവുകയാണെങ്കിൽ ബസ് ചാർജും കൂടുതലാണ്. അത് തന്നെയല്ല, എന്താ പറയുക, സമയമെടുക്കും. ഒത്തിരി യാത്രാ സമയം എടുക്കും. ഇതുണ്ടോ പൈസയിലൊക്കെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ നോക്കി. കുപ്പികൾ ഇതൊക്കെ വിദേശികളൊക്കെ ആകർഷിക്കാൻ പറ്റും. ഇതുണ്ടോ നമ്മുടെ നാടൻ കൊതുമ്പോളും ആനയുടെയും ഒക്കെ ഒത്തിരി പ്രതിമകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. പെട്രോൾ പമ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ട് നോക്കി. ഇതാണ് കാണുന്നതാണ് ബസ് റൂട്ടേ. ഈ ഇതിലെ പോയാൽ നമുക്ക് എറണാകുളത്തേക്ക് എത്താൻ പറ്റുമേ. ബസ്സൊക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ ഒരു ഭാഗത്താണ് വെയിറ്റ് ചെയ്യുന്നത്. ഇന്നുണ്ടോ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഒത്തിരി കിടപ്പുണ്ട്. ഈ ഒത്തിരി ആൾക്കാർ, ഒത്തിരി കേരളത്തിന് പുറത്തുനിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് ഇവിടെ ഫോർട്ട് കൊച്ചി കാണും. ഇത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണെന്ന് തോന്നുന്നേ. നോക്കി. TN40 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. പോണ്ടിച്ചേരി ഉണ്ട്. PY പോണ്ടിച്ചേരി ഉണ്ടോ. അവിടുത്തെ ബസ്സുകളുടെ ഒക്കെ കോലം നോക്കി. ഇതൊക്കെ വെച്ച് നോക്കണേ നമ്മുടെ നാട്ടിലെ ബസ്സൊക്കെ എന്നാ ഭംഗിയല്ലേ കാണാൻ. നോക്കി. ഇതുണ്ടോ ഇതാണ് അങ്ങോട്ട്. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ചീനവല. ഇത് നമ്മൾ ഈ ഫോർട്ട് കൊച്ചി ബീച്ച് അടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ചീനവല കാണുന്നത്. ഇത് കണ്ടോ ചീനവല നോക്കി. എന്ത് രസമല്ലേ. ഇത് പണ്ട് തൊട്ട് മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. നോക്കി. എന്താ ഭംഗി. അയ്യോ ഇവിടെ നോക്കിയേ. ഇതുണ്ടോ ഇത് കായലാണേ. ഇത് കായലാണ്. ഇതുണ്ടോ അങ്ങോട്ട് നോക്കിയാൽ ഒരു ക്രൂയിസ് വരുന്നുണ്ടോ നോക്കി. അങ്ങ് അകലെന്ന് കാണാമായിരിക്കും അല്ലേ. കാണാമെന്ന് എനിക്കറിയില്ല. ഇതുണ്ടോ അങ്ങ് വരുന്നുണ്ട്. ഉണ്ടോ മെട്രോയുടെ ബോട്ടുണ്ട്. ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അതാണ് നമുക്ക് ആ കിടക്കുന്ന ഒരു നീല നിറത്തി കാണുന്നുണ്ടോ. അത് മെട്രോ ബോട്ട് സർവീസാണേ. ഇത് എവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് ഇപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ മെട്രോ അത് അങ്ങേ അപ്പുറത്താണ് കൊണ്ട് നിർത്തുന്നത്. ഇതിപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം കേട്ടോ. മെട്രോ ബോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിന് റേറ്റ് കൂടുതലാണ്. നമ്മൾ സാധാരണ ബോട്ടിനാണെങ്കിൽ നമുക്ക് വെറും 6 രൂപയേ ഉള്ളൂ. ഇതിന് ഏകദേശം ഒരു 40 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇത് നോക്കിയേ എന്ത് ഭംഗിയാണ് നോക്കിയേ. ഇത് വരാത്തവർ ഒരിക്കലെങ്കിലും വരണം കേട്ടോ ഈ സ്ഥലം കാണാൻ വേണ്ടി. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, ഈ സ്ഥലം കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ. ഇതുണ്ടോ അങ്ങ് നോക്കിയേ. ബോൾഗാട്ടി പാലസും എല്ലാം കാണാം കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ. പക്ഷെ നമ്മൾ വണ്ടി ടെർമിനലിലും എല്ലാം കാണാം. ഇപ്പോൾ ചീനവല താത്തുന്നില്ലെന്ന് തോന്നുന്നു. ഒത്തിരി ചീനവലയെല്ലാം ഇങ്ങനെ ഉയർത്തിട്ടേക്ക്. ഇപ്പം എന്നാണോ ചീനവലൊന്നും വരാത്താവും. നമുക്ക് ഏകദേശം ഏതൊക്കെയായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാവേ. ഇത് ഈ വഴിയിൽ കണ്ടോ ഗ്ലാസും കണ്ണാടിയും കോട്ടയും എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ചെരുപ്പുകളൊക്കെ വെച്ചിരുന്നുണ്ടോ. നമ്മുടെ നാട്ടുകാരൊന്നും മേടിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഗസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒത്തിരി പേര് ഇത് മേടിക്കും കേട്ടോ.
എല്ലാം നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഡ്രസ്സുകളാണ് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ടോ, ഇത് നമ്മുടെ മലയാളീസ് എല്ലായിരിക്കും, പക്ഷേ നോർത്ത് ഇന്ത്യക്കാരായിരിക്കും ഇതെല്ലാം കൂടി ഇത് ചെയ്യുന്നത് കേട്ടോ. നോക്കി, വിദേശികളൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടുകാരൊന്നും മേടിക്കത്തില്ലെന്ന് തോന്നുന്നു. നോക്കി, ഇത് ഭംഗിയൊന്നും നോക്കി. ഞാൻ മെട്രോ എങ്ങോട്ട് പോകുന്നതെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ഇത് മേനക പോകുന്നതാണ് പറഞ്ഞത്. ഇത് പണ്ടില്ലായിരുന്നു, മെട്രോയുടെ ഒരു വാട്ടർ മെട്രോ എന്ന് പറഞ്ഞു അതിൻ്റെ ഈ ഒരു ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് വാട്ടർ മെട്രോയുടെ ബിൽഡിംഗ് ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ. ചേട്ടാ ഇത് എങ്ങോട്ടേക്കുള്ള ഈ മെട്രോ? മേനകയ്ക്ക് പോവോ? പോവില്ല, ഹൈക്കോർട്ട് വരെ അല്ലേ? ഇത് ഹൈക്കോർട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഹൈക്കോർട്ടിലേക്കാണ് പുറപ്പെടുന്നത്. നമ്മൾ ഹൈക്കോർട്ട് വരുവായിരുന്നെങ്കിൽ മേനകയും ഹൈക്കോർട്ടും തമ്മിൽ ഏകദേശം 1 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. നമുക്ക് ഹൈക്കോർട്ടിലേക്ക് ഇത് ഡയറക്റ്റ് ഹൈക്കോർട്ടിലേക്ക് ചെല്ലും. പക്ഷേ നമ്മൾ ആദ്യം വന്നിറങ്ങിയാൽ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ കടത്തപ്പെടുന്നത്. പക്ഷെ അത് 6 രൂപയുള്ളൂ വിലയുള്ളൂ റേറ്റ് വരുന്നത്. ഇതാകുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 40 രൂപ വരുമെന്ന് തോന്നുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ AC ആണ്. ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് AC ഇരുന്നങ്ങ് പോകാൻ പറ്റും. ഇതാണ് ആ വാട്ടർ മെട്രോയുടെ ഓഫീസ് കേട്ടോ. അതിൻ്റെ ജെട്ടി ഓഫീസല്ല, അതിൻ്റെ ജെട്ടി കേട്ടോ. എന്താ വാട്ടർ മെട്രോ പോകുന്നുണ്ട്. നമുക്ക് തിരിച്ച് പോകുമ്പോൾ നമുക്ക് വാട്ടർ മെട്രോയിൽ പോയി നോക്കാം. എന്താ വൈറ്റ് സൈഡിലൊക്കെ തൊപ്പികളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. പക്ഷേ നല്ല വിലയായിരിക്കും അത് കേട്ടോ. കണ്ണാടിയും കാര്യങ്ങളും വെച്ചിരിക്കുന്നുണ്ടോ. പിന്നെ ശംഖിൻ്റെ മാലയും മുത്തും വളകളും ശംഖുകളും ഫോട്ടോകളും ഇതുകൊണ്ട് നോക്കി, ഇത് ഭംഗിയെന്ന് നോക്കി. വൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടുണ്ടേ. കണ്ടോ, ഇതാണ് കാണുന്നത്. നമുക്ക് നമുക്ക് അപ്പുറത്തോടെ പോകാം കേട്ടോ. ഇവിടെ വൈറ്റ് സൈഡിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഫോർട്ട് കൊച്ചിയിലൊക്കെ ഇപ്പോൾ വലകളൊന്നും എടുത്തില്ല, മീനൊന്നും കിട്ടാനില്ലെന്ന് തോന്നുന്നു. പക്ഷേ വിദേശികളൊക്കെ ഒന്ന് വലയിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പ്രത്യേക പൈസ കൊടുത്താൽ അവർ ഇട്ട് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ മീൻ വെച്ചേക്കുവാണ്. എന്താ ഞണ്ട് കണ്ടോ, പ്രൊട്ടക്ഷൻ ഞണ്ട്. ഇതിൻ്റെ കാല് കെട്ടിയിരിക്കുക ചാടിപ്പോയിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇത് നീങ്ങുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ പിടിച്ചോണ്ട് വന്ന സാധനം പോലെ ഉണ്ട്. ഇതുണ്ടോ, എന്ത് കണവ, നല്ല മുട്ടൻ കൊഞ്ച്, കരിമീൻ, എല്ലാ സാധനങ്ങളും കേട്ടോ. ഫ്രഷ് സാധനങ്ങൾ. ഫോട്ടോ വെച്ച് തന്നാൽ ഒരു ഗുണമുണ്ട്. കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ട് കടലിൽ നിന്നൊക്കെ പിടിച്ചോണ്ട് വരുന്ന സാധനങ്ങളാണ് ചില സാധനങ്ങളൊക്കെ. അത് ഇപ്പോൾ ഇവിടെ നിന്ന് ചീനാല് ഇട്ട് പിടിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതും വിശ്വസിക്കണ്ട. ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പിടിച്ചതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പിടിച്ചതിനൊക്കെ ഉടനെ തന്നെ പിടിച്ചതിനൊക്കെ പൊന്നും വിലയാണ് ചോദിക്കുന്നത്. എനിക്ക് എല്ലാം വെള്ളവശങ്ങൾ വെച്ചേക്കുവാണ്. 1-2 മീനുകളൊക്കെ ഉള്ളൂ. ഇത് മാർക്കറ്റാണ്. മാർക്കറ്റൊക്കെ എന്താ സ്മെല്ലെന്നറിയോ, ഭയങ്കര സ്മെല്ലാണ്. പിന്നെ ഫോട്ടോ വെച്ചൊക്കെ അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ ഇതുപോലെയുള്ള മീനൊക്കെ നടത്തിയിട്ടേ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ചീനവലിട്ട് പിടിച്ച സാധനങ്ങളാണ്. നമ്മുടെ കാലിൽ കാണുന്ന മീനുകളായത് കൂരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഈ ചെമ്പല്ലിയും ചെമ്മീനും ഒക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അത് നേരത്തെ തന്നെ പിടിച്ച് കൊണ്ടുവരുന്നത്. അതുണ്ടോ, കൊഞ്ചൊക്കെ കുറച്ചൊക്കെ കിട്ടുന്നുണ്ടെന്ന് സൈഡിൽ കൂടെ. കരിമീനും കാര്യങ്ങളൊക്കെയാണ് ബീച്ച്. ഇതിലോട്ടൊന്നും നമ്മൾ സാധാരണ ബീച്ച് പോലെ അത്രയും നല്ല അടിപൊളിയൊന്നും അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ചീനവല വെക്കുമെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഇതുണ്ടോ, ഈ ചീനവല നമുക്ക് താത്തിയിട്ടേക്കുവാ. ഇതുണ്ടോ, ഈ കാണുന്നുണ്ടോ, ഇത് താത്തിയിട്ടേക്കുവാണേ. ഇപ്പോൾ ഒരു എത്ര നേരമായെന്ന് അറിയത്തില്ല ഇറക്കിയിട്ട് കുറഞ്ഞ ഒരു 1/4 മണിക്കൂറെങ്കിലും കഴിയാതെ അവർ പൊക്കത്തില്ല. ഇതാണ് രണ്ടുപേരും ബോട്ട്, കുറച്ച് പേരെ വള്ളം തള്ളിക്കൊണ്ട് വരുന്നുണ്ടോ. ഇവിടെ ഇപ്പോൾ ചെറിയ കടലിൻ്റെ സൈഡിലൊക്കെ പോയി പല വീശൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നത്. ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പം താഴ്ത്തിയതാണെന്ന് പറഞ്ഞത്. സത്യമാണെങ്കിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും കഴിയാതെ ഈ സാധനം പൊക്കത്തില്ല. ഇതുണ്ടോ, ഒത്തിരി ആൾക്കാർ ഇവിടെ കാത്തിരിപ്പുണ്ട് ഈ വല പൊക്കം നോക്കാൻ വേണ്ടിയേ. വല പൊക്കിയിട്ട് മീൻ വരുന്ന എസിട്ട് കാണുന്നുണ്ട്. ഇത് നോക്കട്ടെ, ഇത് തന്നെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നത്. ഇത് അച്ചാന്ന് തോന്നുന്നു, അച്ചൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. മുറുക്കും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അച്ചാന്ന് തോന്നുന്നു. അച്ചുണ്ടാക്കും. പുള്ളി കറക്റ്റ് കാണിക്കുന്നുണ്ടോ. പുള്ളി കാണിക്കുമ്പോഴത്തേക്ക് സൂപ്പറാണ്. പക്ഷെ നമ്മളെ വീട്ടിൽ ചെന്നിട്ട് ഇത് ഈ അരിപ്പൊടിയൊക്കെ കുഴച്ച് ഉണ്ടാക്കുമെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ സംഗതി കുഴയത്തുമില്ല, ഞെങ്ങത്തുമില്ല, വരത്തുമില്ല, ഇതുപോലൊന്നും വരത്തുമില്ല, ഒന്നുമില്ല. താക്കോലൊക്കെ വെക്കുന്ന ഒരു നല്ല ഭംഗിയുണ്ട്.
तो कितने रुपए भैया? 150 का है। 50 पूरा 150 है? पूरा नहीं, ये 250 का 250 है. അതെ ആ 150 200 250 രൂപ റേറ്റ് വരുന്നത്. ഇതെന്താ? കീച്ചെയിൻ ആണ്. കീച്ചെയിന് നമുക്ക് ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതുള്ള സാധനങ്ങളൊക്കെയാണ് 150 രൂപ. ഇതുണ്ടോ ആങ്കറിൻ്റെ ഇതാണ്, ഒരു രൂപ ഉണ്ടാക്കി വെച്ചതാണ്. ഇതാണ് നങ്കൂരം ഇടുന്ന സംഗതി. നമ്മുടെ കടലോട്ടൊക്കെ പോകുമ്പോൾ കപ്പലൊക്കെ എടുത്ത് നങ്കൂരം ഇട്ട് അടിത്തട്ടിൽ നിന്ന് ലോക്ക് ചെയ്ത് കിടക്കുക ഈ സാധനം. ഇതിലേക്ക് കപ്പൽ അവിടെ കിടന്നോളൂ, ഒന്നും പോകത്തില്ല. വെൽറ്റുകളൊക്കെ വിൽക്കാൻ വെച്ചിരുന്നുണ്ട്. ചോളം ഉണ്ടല്ലോ, ചോളമൊക്കെ നല്ല ഫോയിൽ ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കുക. കറിക്കരിയുന്ന മെഷീനാണ് തോന്നുന്നു. മുടിയില്ലാത്തവർക്കായിട്ട് മുടി നോക്കി എല്ലാം വിൽപ്പനയ്ക്കുണ്ട് ഇവിടെ. എല്ലാ സാധനങ്ങളും വിൽപ്പനയ്ക്കുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതാണ് പിള്ളേർക്ക് പറ്റിയ സാധനങ്ങൾ. ഇതൊക്കെ കണ്ട പിള്ളേർ മേടിക്കാതിരിക്കുമോ? നോക്കിയാൽ വെള്ളക്കുപ്പിക്കകത്തിട്ടാൽ കുമ്പള പോലെ വരുന്ന ബലൂണ് എല്ലാ സാധനങ്ങളും കേട്ടോ, കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഫേവറേറ്റ് സാധനം ഉപ്പുമാങ്ങ, ഉപ്പിലിട്ട. നമ്മുടെ ആ പുറകിൽ കാണുന്ന ഇത് കണ്ടോ, അവിടെ നിന്നാണ് യാത്രാ കപ്പലും അങ്ങനെ കപ്പലൊക്കെ വരുന്നത്. അങ്ങ് അകലെ ഒരു കപ്പൽ വരുന്നുണ്ട്. ഇത് നമ്മൾ കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന 1 മണിക്കൂറെങ്കിലും എടുക്കും. അവിടെ നമുക്ക് ഫോർട്ട് കൊച്ചി വഴി കൊച്ചിയിലേക്ക് വരാൻ 1 മണിക്കൂറെങ്കിലും കിട്ടും. നല്ല വെയിലാണ്. അതാ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുണ്ടോ ഇതിപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു ക്രൂയിസ് ഉണ്ട്. ആ ക്രൂയിസ് നമുക്ക് കടലിലെ കിടന്ന് ഒരു 13 കിലോമീറ്റർ 10-15 കിലോമീറ്റർ പോയിട്ട് നമുക്ക് തിരിച്ചു. അത് വൈകിട്ട് മാത്രമേ ഉള്ളൂ ആ സർവീസ് ഉള്ളൂ. അതിന് റേറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ 250-300 ആ റേഞ്ചാണെന്ന് തോന്നുന്നു. ഒരു 500 കുറയാത്ത റേഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല. നോക്കി ഒത്തിരി കപ്പലുകൾ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ വീഡിയോക്കകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വന്ന് ബീച്ച് കേട്ടോ. നമ്മൾ വന്ന് വഴി ഇതന്നെ ആ കാണുന്നതാണ് ബീച്ച്. ഇറങ്ങാവില്ലെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങാതിരിക്കും. പൂഴിയ പോലത്തെ മണ്ണാന്ന് തോന്നുന്നു. ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് നമ്മളിപ്പോൾ ഒന്ന് ഇറങ്ങി. ആ ചേട്ടൻ വലയിടുന്നവർക്ക് പോവാ. ഇതുണ്ടോ, ഇത് ശരിക്കും പറഞ്ഞ കായല, അഴിമുഖം. കായലും കടലും കൂടെ ചേരുന്ന കളർ. ഇതുണ്ടോ കടൽ വരുന്നുണ്ടോ, കടൽ കയറി വരുന്നുണ്ടോ. അവിടെ അങ്ങനെ കപ്പൽ വരുന്നുണ്ട് കേട്ടോ. ആ കപ്പലൊക്കെ ഇനി വരുമ്പോഴത്തേക്ക് അവിടെ നങ്കൂരം ഇട്ട് കിടക്കുവാണോ ഈ വരുവാണോ എന്ന് എനിക്കറിയത്തില്ല. വരുമ്പോൾ ഏകദേശം നല്ല ടൈം എടുക്കും. നോക്കി നമുക്ക് ആ ചേട്ടൻ വലയിടുന്നത് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ. കൊക്കും കാക്കയും എല്ലാ ജീവികളും ഉണ്ടല്ലോ ഇതിനകത്ത്. ഇതാണ് മറ്റേ ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ, എന്താ പറയുക, ചീനവല കേട്ടോ. ചീനവല ഇത് വലിയ വടം കെട്ടി ഇങ്ങനെ നിർത്തേക്കുവാണേ. നോക്കി ഇതൊക്കെ ഇപ്പോൾ ഇടുന്നില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ വലയൊക്കെ ഊരിക്കൊണ്ട് പോയേക്കുവാന്ന് തോന്നുന്നേ. അപ്പുറത്തൊക്കെ ഇടുന്നുണ്ട്. ഇപ്പം വലുതായിട്ടൊന്നും കിട്ടപ്പോലില്ല. അതാണ് ഇതുണ്ട്. അപ്പുറത്ത് വല ഇടുന്നുണ്ട്, പോട്ട് വല ഇടുന്നുണ്ട്. കാരണം ഈ ചേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുമോ, നോക്കി നിന്നിട്ട് വലിയ മീനൊക്കെ ഉണ്ടെങ്കിലേ പുള്ളി വല എടുത്തുള്ളൂ. നോക്കിയേ ആ വെള്ളം വരുന്നുണ്ടോ. ഇത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ആ സൈഡിൽ നിന്ന് വലയിട്ടങ്ങ് പോവുക. ആ ഒരു കൊടി വെച്ചേക്കുന്നുണ്ടോ, ആ കൊടി വെച്ച് വട്ടത്തിൽ വെച്ചേക്കുന്നു. ഇങ്ങനെ റൗണ്ടായിട്ട് അപ്പുറത്തൊരു വള്ളമുണ്ട്. ആ വള്ളക്കാരും ഈ വള്ളക്കാരും കൂടെ ജോയിൻ്റ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒന്ന് വലയിട്ടിട്ട് പോവുക. എന്നിട്ടാണ് വെച്ചത്. അതാണ് ഈ ചീനവല ഒന്നും ഇടാത്തത്. ഓക്കെ, ഇവിടുന്ന് വലയിട്ടാൽ പിന്നെ എങ്ങനെ ചീനവലയിൽ മീൻ കയറും? കാരണം ചീനവല പരിപാടി നിർത്തി തോന്നുന്നു. ചീനവല പരിപാടി ഭയങ്കര ഇതാണ്. നമ്മളെ തടിയൊക്കെ ഇട്ട് എത്ര കാശ് മുടക്കാണ് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ വള്ളത്തെ പോയി വട്ടത്തിലെങ്ങനെ വലയിടും. അയ്യോ തേണ്ട തിരുമാലയൊക്കെ വരുന്നുണ്ടോ. ഓക്കെ, ഏതൊക്കെയാലും ഒരു മീൻ കിട്ടി. കാക്കയ്ക്ക് ഏതൊക്കെയാലും ഒരു മീൻ കിട്ടി. ഓക്കെ, എന്നാ മീനാണ് അവർക്ക് അതെല്ലാം രക്ഷയുള്ളൂ അല്ലേ. നോക്കി പോയി നമ്മൾ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ആ കാക്ക പറന്നു പോയി. പിന്നെ മേളിൽ പോയി ഇരിപ്പുണ്ട്. ഇത് നോക്കി ബീച്ച് മൊത്തം വേസ്റ്റുകളാണ് കിടക്കുന്നത്. നമ്മളെ ബീച്ച് വഴി നമ്മൾ അപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പുറത്തോട്ട് കിടന്നു പോവുകയാണ്. അർത്ഥം ബീച്ചുകളാണ്, വേസ്റ്റുകളാണ് കിടക്കുന്നത്. ബീച്ചുകളാണ് എന്താ പറയുക. ഓക്കെ, കടലോട്ട് തള്ളുന്ന സാധനങ്ങൾ മൊത്തം കടലിൽ നിന്ന് തിരിച്ചടിച്ച് ഇതിവിടെ ഒന്ന് വീഴും. എനിക്ക് എല്ലാ സാധനങ്ങളും കേട്ടോ. കക്കത്തോട് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ നിറയുന്ന കരയ്ക്കറിയുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്.
മലിനമായ ബീച്ചാണ്. നമ്മൾ വീണ്ടും ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വന്ന് കയറി അങ്ങ് അറ്റത്തേക്ക് നടക്കുവാണ്. എന്നാ വെയിലാന്ന് പറഞ്ഞാലും ആൾക്കാർ ഒത്തിരി പേരുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയത്. പിള്ളേർ സെറ്റും ഫാമിലിയും അതുകൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം ഒത്തിരി ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. എനിക്ക്